ഓർഗാനിക് കോൺ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇത്. ഇതിൻ്റെ പാർട്ട് 1 ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കണം. എന്നാലാണ് കറക്റ്റ് മെഷർമെൻറ്റിൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാവും. അതിൽ കറക്റ്റ് പെർഫെക്റ്റ് അളവ് പറഞ്ഞിട്ടുണ്ട്. ആഫ്റ്റർ ഡ്രൈ റിലീസിന് ശേഷം എടുത്ത പേസ്റ്റാണിത്. 8 to 10 hours ഞാനത് ഡ്രൈ റിലീസിന് വെച്ചിരുന്നു. എന്നിട്ട് എടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്യണം, നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ നൂല്, എന്താ പറയുക, നമ്മളിതിങ്ങനെ പൊന്തിച്ച് കൊടുക്കുമ്പോൾ ഒരു നൂല് പോലെ വരും. ലൈക്ക് പൊട്ടാണ്ട് ഒരു വലിഞ്ഞ് ഹൈറ്റിൽ പൊന്തും ഇതുപോലെ. എന്ന് വെച്ചാൽ അതാണ് ശരിക്കും ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ എന്നിട്ട് വേണം നമുക്കിത് സ്ട്രെയിൻ ചെയ്തിട്ട് കോണിലാക്കാൻ. സ്ട്രെയിൻ ചെയ്യണം, എന്തായാലും സ്ട്രെയിൻ ചെയ്താലാണ് നല്ല സ്മൂത്തായിട്ട് കിട്ടുള്ളൂ. എന്തെങ്കിലും ചെറിയ ചെറിയ കട്ട ഉണ്ടെങ്കിൽ സ്ട്രെയിനിങ്ങിൽ പോയിക്കോളും. അപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗ് വെച്ച് അതിൽ നൈലോൺ സോക്സ് വെച്ചിട്ട് നമുക്കിത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഒരു യൂസ് ചെയ്യാത്തൊരു ബോട്ടിലോ എന്തെങ്കിലും വെച്ചിട്ട് അത് ഫസ്റ്റ് അതിൽ പൈപ്പിംഗ് ബാഗ് ഇടുക, എന്നിട്ട് നൈലോൺ സോക്സ് ഇടുക, എന്നിട്ട് പേസ്റ്റ് നമ്മളതിൽ കൊള്ളുന്നത് എത്രയാണോ നിങ്ങളടുത്ത് പേസ്റ്റ് ഉള്ളത് അത് കംപ്ലീറ്റ് ഒന്നിൽ കൊള്ളൂല. ഒരു 50 gram ഒക്കെ കൊള്ളും. ഇത് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ ഞാൻ അതിൽ കൂട്ടിയെടുത്തതാണ്, നിങ്ങൾക്ക് കാണിക്കേണ്ടിയിട്ട് 50 ഗ്രാമിൻ്റെ മാത്രം ചെയ്തത്. ഇത് കുറച്ച് കൂടുതൽ ഞാൻ വേറെ ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് എന്താ പറയുക, ഇത് ഫുള്ളി ഈ സോക്സ് വലിച്ചെടുക്കണം അതിൻ്റെ ഉള്ളിൽ നിന്ന്. അന്നേരം ഈ സോക്സിൻ്റെ ഉള്ളിലോട്ട് കംപ്ലീറ്റ് എന്തെങ്കിലും കച്ചറയിലുണ്ടെങ്കിൽ അതിലങ്ങ് പോയിക്കോളും. എന്നിട്ട് കോണാക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, കമൻറ്റിൽ ഇട്ടാൽ മതി, അത് ഞാൻ കാണിക്കാം. കോണാക്കി ഫില്ല് ചെയ്യുന്നത് ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബായ്.